ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകൾ കണ്ട സുഹൃത്തുക്കൾ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തുകൂടാന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മാത്രമല്ല അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ വൺസ് അഗെയിൻ വെൽക്കം back to Fintalks. This is Alex Jacob. എന്തിനാണ് ഒരാൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ എന്തിനാണെന്ന് അറിഞ്ഞാലല്ലേ എന്താണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഡയറക്റ്റായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി വളരെ ഈസി ആയിട്ടുള്ളതും റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവുള്ളതും നല്ല മികച്ച റിട്ടേൺസ് തരാൻ പറ്റുന്നതുമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ് മ്യൂച്വൽ ഫണ്ട്സ്. അതുകൊണ്ട് തന്നെ സമ്പന്നരാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തിരഞ്ഞെടുത്തിരിക്കേണ്ട, മസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് നോക്കാം. അതായത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഈ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടുകൾ കളക്ട് ചെയ്തിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ക്യാഷ് പൂൾ ഉണ്ടാക്കിയിട്ട് ഈ പൈസയാണ് ഒരു ഫണ്ട് മാനേജർ എന്നറിയപ്പെടുന്ന ഒരാൾ, അതായത് നമ്മുടെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നിയോഗിച്ചിരിക്കുന്ന ഫണ്ട് മാനേജർ എന്നറിയപ്പെടുന്ന ഒരാൾ ഇത്രയും പൈസ കൂട്ടി വെച്ചിട്ട് അയാളായിരിക്കും വിവിധ ഓഹരികൾ വാങ്ങി ഇതെല്ലാം നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ഒരു തലവേദന എടുക്കേണ്ട കാര്യമില്ല. കാരണം ഫണ്ട് മാനേജർ ആയിരിക്കും നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം നോക്കുന്നത്. അപ്പോൾ അയാളായിരിക്കും മികച്ച ഓഹരികൾ വാങ്ങുന്നതും. ഇപ്പോൾ ഒരു ഓഹരി പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓഹരികളൊക്കെ ആ ഒരു മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് മാറ്റുന്നതും അതെല്ലാം ഒരു ഫണ്ട് മാനേജറുടെ ഉത്തരവാദിത്തമായിരിക്കും. ഫണ്ട് മാനേജർ എപ്പോഴും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആളുകളുടെ കയ്യിൽ നിന്ന് സമാഹരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് പ്രധാനമായിട്ടും രണ്ട് വിധത്തിലുണ്ട്, അതായത് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സും. റെഗുലർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു, അയാളുമായിട്ട് നിങ്ങൾ ചായ കുടിക്കുന്നു, അയാൾ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് പരിചയപ്പെടുത്തുന്നു, അവസാനം നിങ്ങൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇംപ്രസ്ഡ് ആവുകയും അയാൾ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു കേസിൽ അയാൾക്ക് ഈ വരുന്ന ആളെ നമുക്ക് ബ്രോക്കറെന്നോ ഡിസ്ട്രിബ്യൂട്ടറെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇയാൾക്ക് സത്യത്തിൽ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഈ കമ്മീഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളല്ല കൊടുക്കുന്നത്, അത് ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിരിക്കും ഈ ഒരു കമ്മീഷൻ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവഞ്ച്വലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൈസയിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ ഒരു കമ്മീഷനും പോകുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മളിവിടെ ഒരു ബ്രോക്കറേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ആവശ്യം നമുക്കില്ല. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ ഡയറക്റ്റായിട്ട് ഫണ്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും നമ്മുടെ റെഗുലർ മ്യൂച്വൽ ഫണ്ടുകളെക്കാളും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം നമുക്കിവിടെ ബ്രോക്കറേജ് ആയിട്ട് നമ്മൾ സത്യത്തിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്കിനി എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ലംസം മണി ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 1 lakh ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു സിംഗിൾ ഷോട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറേ പ്രോഫിറ്റും കിട്ടും. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ലോസും ഉണ്ടാവും. ഇനി മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് SIP എന്ന് പറയുന്നത്. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അത് നമ്മൾ EMI ഒക്കെ പോലെ നമ്മൾ മന്ത്ലി ഒരു 500 or 1000 അതായത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് നമ്മൾ EMI അടയ്ക്കുന്ന പോലെ നമ്മൾ ഓരോ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കയറി കഴിഞ്ഞാലും ഒരുപാട് മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെപ്പോഴും ഒരു ഫിക്സ്ഡ് റെഗുലർ ആയിട്ടുള്ള യൂണിറ്റ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും ആവറേജ് ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റും ലോസും എന്നും പറയുന്നത്. പിന്നെ ഇവിടെ കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു മാജിക്ക് നടക്കുന്നുണ്ട്. നിങ്ങളൊരു 5 വർഷത്തേക്കും 10 വർഷത്തേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ലോസ് സംഭവിക്കുകയാണെങ്കിലും വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു ലോസ് മാത്രമേ സംഭവിക്കുകയുള്ളൂ SIP ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും SIPയും അതുപോലെ തന്നെ ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളും നിങ്ങൾ ബൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും SIP ആയിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആവറേജിങ് നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലോസ് എപ്പോഴും മിനിമൈസ്ഡ് ആയിരിക്കും.
അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ എപ്പോഴും SIP പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു സിംഗിൾ ഷോട്ടിൽ ഒരു ലംസം മണി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ഇത്രയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ പറഞ്ഞു തന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.